ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്താ നിങ്ങളുടെ പേര്? വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. എന്റെ പേര് നൗഫൽ എന്നാണ്. നൗഫൽ, ആ ശരി. ചോദ്യം എന്താണ്? ഞാൻ ഈരാറ്റുപേട്ട വിളിക്കുന്നത്. ഈരാറ്റുപേട്ട. അപ്പം എന്താ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഹദീസ് എന്നും പറഞ്ഞ് അതായത് ആര് എന്താ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാല് ബാഹുലി 1ഉം ബാഹുലി 2ഉം എന്നാണ് താങ്കൾ പറഞ്ഞത്. ഒരു ഇതിൽ ഞാൻ കേട്ടത് ഹദീസല്ല ഇസ്ലാം. അതായത് ഇസ്ലാം, അതായത് ഹദീസില് 1-ല് ഉള്ളതെല്ലാം ശരിയും 2-ലുള്ളതെല്ലാം തെറ്റും ആണെന്നാണ് താങ്കൾ ഒരു ഇതിൽ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതെങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് മദ്രസയിൽ നിങ്ങൾ പഠിക്കുക ബാഹുബലി 1, അത് വെള്ളപൂശിയ ഇസ്ലാമാണ്. നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്നത്, പള്ളികളിൽ നിങ്ങൾ കേൾക്കുന്നത്, പൊതുവേദികളിൽ നിങ്ങൾ കേൾക്കുന്നതെല്ലാം തന്നെ ബാഹുബലി 1 ആണ്. വെളുപ്പിച്ച ഇസ്ലാം, അതിനെയാണ് ബാഹുബലി 1 എന്ന് വിളിക്കുക. കറുത്ത ഇസ്ലാം ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നം പിടിച്ച ഇസ്ലാം ഉണ്ട്. മനസ്സിലായത് ഇപ്പോഴല്ലേ? നിങ്ങൾ അത് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതായത് അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടുന്നു? എവിടുന്ന്? ഈ ഇപ്പം നിങ്ങൾ പറയുന്നല്ലോ ബാഹുബലി 1ഉം 2ഉം. അപ്പൊ ഈ 2 നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇസ്ലാമിന്റെ സോഴ്സിൽ നിന്ന് തന്നെ പോയി കുഴിച്ചെടുത്തു. ഇസ്ലാമിന്റെ സോഴ്സുകളിൽ നിന്ന് തന്നെ പോയി കുഴിച്ചെടുത്തു. എവിടെ നിന്ന്? ഇസ്ലാമിന്റെ സോഴ്സുകളിൽ കുഴിച്ചെടുക്കാൻ പാകത്തിന് വെച്ചിരിക്കുകയാണോ? അതെ. അതെങ്ങനെയാ കിട്ടുന്നത്? ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് ഇന്റർനെറ്റ് അവൈലബിൾ അല്ലേ, എന്ത് വേണേലും അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? അത് ശരിയാണോ? ശരിയാവാൻ എന്താ പ്രശ്നം? കിതാബിൽ എഴുതി വെച്ച സാധനങ്ങളല്ലേ. അത് ശരിയാണ്. അപ്പൊ പിന്നെ ഈ നിങ്ങളുടെ ആദ്യത്തെ പകുതി ശരിയാണെന്ന് വിശ്വസിച്ചൂടെ? എന്തിനാ നിങ്ങൾ പകുതി പറഞ്ഞിട്ട് അത് ശരിയാണെന്ന് നമ്മളോട് പറയല്ലേ ചെയ്യുന്നത്? നമ്മൾ ശരിയാണോന്ന് തപ്പി, അത് ശരിയല്ലാന്ന് മനസ്സിലായി. അല്ലെന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബാഹുബലി 1ഉം 2ഉം അതില് ബാഹുബലി 1 തെറ്റും 2 ശരിയുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അങ്ങനെയല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ പറയണ എന്തിനാ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അങ്ങനെ പറഞ്ഞു. ബാഹുബലി 1 എന്ന് പറയുന്നത് വെള്ളപൂശിയ ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ബാഹുബലി 2ഉം കൂടി ചേരുമ്പോഴാണ്. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ ചരിത്ര ബുക്കുകളിൽ നിന്നും നമുക്ക് കിട്ടും. ചരിത്ര ബുക്കുകളിൽ നിന്നും കിട്ടി. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ ചരിത്ര ബുക്കുകളിൽ നിന്ന് ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നു. ആ ഹോട്ടലിന്റെ അകം വളരെ വൃത്തിഹീനവും ഒക്കെ ആയിരിക്കും. പുറമെ നല്ല ഇതായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എല്ലാം സന്നിധിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ഈ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ആർക്കും അത്യാവശ്യം ആ ഹോട്ടലിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ല. അപ്പം അങ്ങനെ അതുപോലെ നിങ്ങൾ ഈ കള്ള എന്ന് പറയുന്ന അല്ല നല്ലത് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഈ ഹോട്ടലിൽ നിന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇസ്ലാമിനകത്ത് എടുക്കാൻ കൊള്ളാത്ത സാധനം ഉണ്ടെന്നാണോ? ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ ഇപ്പൊ ഖുറാനിൽ എഴുതി വെച്ച സാധനങ്ങൾ, ഹദീസിൽ എഴുതി വെച്ച സാധനങ്ങൾ നമുക്ക് കിട്ടും. ഉദാഹരണം പറയാം. ഉദാഹരണം പറയാം. ഞങ്ങൾക്കൊന്നും ഹദീസ് കിട്ടില്ല. നിങ്ങൾ പോയി തപ്പാത്തോണ്ട് നിങ്ങൾ പോയി തപ്പാത്തോണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സസൈസ് ചെയ്ത് കളയാം. നിങ്ങൾ തയ്യാറാണോ? എന്തിനാ? നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിപ്പിച്ചു തരാം ഞാൻ. നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ടോ? കമ്പ്യൂട്ടർ ഉണ്ടോ? കമ്പ്യൂട്ടർ ഒന്നുമില്ല. ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാ പോരല്ലോ, അത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയണല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. കണ്ടുപിടിക്കാനല്ലോ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതെ, നമ്മൾ വീഡിയോയിൽ പറയുന്നതാണല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. കമ്പ്യൂട്ടറൊക്കെ ഉള്ളതിന്റെ സുഹൃത്തുക്കളുണ്ടല്ലോ. എന്നാ നിങ്ങൾ ആ സുഹൃത്തിനെ വിളിച്ചു വരുത്തൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 മൊബൈൽ ഉണ്ടോ? 2 മൊബൈൽ ഉണ്ടോ? എന്നാ രണ്ടാമത്തെ മൊബൈൽ എടുക്കുക, ഗൂഗിൾ എടുക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇസ്ലാം അടിമത്തത്തെ വളരെയധികം നിരുത്സാഹപ്പെടുത്തി എന്നാണ് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു അല്ല,
ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ അപ്പോൾ എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? ഇതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗൂഗിൾ എടുക്കും. ആ അപ്പോൾ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മുഹമ്മദിനെ ഗൂഗിളിൽ വരുന്ന അങ്ങനെ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. അതാരാ ഇടുന്നത്? അതാരും അല്ല ഇടുന്നത്, അത് ഉണ്ടാക്കിയ ടെക്നിക്കാണ്, ടെക്നോളജിയാണത്. ഞാൻ നിങ്ങൾ ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞുതരാം. കേൾക്കൂ. ഗൂഗിൾ ആദ്യം പഠിച്ചിട്ട് പോവാം. ഓക്കെ. നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ ഇല്ലാത്ത കാലാന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ പുസ്തകം തിരയാൻ വേണ്ടിയിട്ട് എവിടെയാ പോവാ? അത് പറഞ്ഞുതരാം. അത് കേട്ടിട്ട് പോയാൽ മതി. അത് കേട്ടിട്ട് അടുത്തേക്ക് അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. നിങ്ങൾ ആദ്യം ഇത് കേൾക്കൂ, പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. കേൾക്കൂ. ഓക്കെ. നിങ്ങൾ പുസ്തകം തിരയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥശാലയിൽ ചെല്ലും. ഓക്കെ. ഗ്രന്ഥശാലയിൽ ചെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? നേരെ അങ്ങ് പോയിട്ട് പുസ്തകം എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. അപ്പം നിങ്ങൾ ഒന്നുകിൽ അവിടെ ഇരിക്കുന്ന ആ ഗ്രന്ഥശാല നടത്തുന്ന ആളുണ്ടാവും, അവിടെ ഒരു ലൈബ്രറിയൻ ഉണ്ടാവും. അയാളോട് ചോദിക്കും, എനിക്ക് ഇന്ന ഒരു സാധനമാണ് വേണ്ടത്, ഇതെവിടെ കിട്ടും എന്ന് ചോദിക്കും. അപ്പോൾ അയാളുടെ ഐഡിയയിലുള്ളതോ അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു കാറ്റലോഗ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് വെച്ചിട്ട് നോക്കും. എന്നിട്ട് പറയാം, അതെ ഇന്ന ഷെൽഫിൽ ഇന്ന സ്ഥലത്ത് ആ സാധനം ഇരിപ്പുണ്ട് എന്ന് പറയും. ഈ പണി ക്ലിയർ ആണല്ലോ. നിങ്ങൾ ഗ്രന്ഥശാലക്കാരൻ അത് പറഞ്ഞു തന്നു പേരിൽ ആ ഗ്രന്ഥശാലക്കാരനെ തല്ലാൻ പോവോ? ഇല്ല. എന്ന് വെച്ചാൽ ആ ഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ സമാധാനാവോ? ആവും. ഇതേ പണിയാണ് ഗൂഗിൾ ചെയ്യുന്നത്. ഒരു ഗ്രന്ഥശാലക്കാരൻ കേൾക്കൂ ഒരു ഗ്രന്ഥശാലക്കാരൻ എന്താണോ ചെയ്യുന്നത് ആ പണിയാണ് ഗൂഗിൾ ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി നിങ്ങൾ എടുക്കുക അടിമത്തം എന്ന് പറയുന്ന വിഷയം. അപ്പൊ മുഹമ്മദ് നബി അടിമയെ വെച്ചിട്ടുണ്ടോ ഇല്ലേ? മുഹമ്മദ് നബി അടിമയെ വെച്ചിട്ടുണ്ടോ ഇല്ലേ? അതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം അത് അറിയണ്ടേ? അറിയില്ല എന്നല്ല, ഞാൻ കുഞ്ഞിലെ മുതല് മതപ്രസംഗം കേട്ട് ഇങ്ങനെ വളരുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ ബാഹുബലി 1 മാത്രമേ കേട്ടിട്ടുള്ളൂ, അതാണ് നിങ്ങളുടെ പ്രശ്നം. ബാഹുബലി 1 കേട്ടിട്ടുള്ളെന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ബാഹുബലി 2 കേട്ടിട്ടില്ല. 2 എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേൾക്കുന്നു ഇസ്ലാം അടിമത്തത്തെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയ മതമാണെന്ന് നിങ്ങൾ ബാഹുബലി 1 കേൾക്കുന്നു. അപ്പോൾ നിങ്ങളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയിൽ പോകുന്നു. ലൈബ്രറിയനായ ഗൂഗിളിനോട് ചോദിക്കുന്നു. അപ്പോൾ ഗൂഗിൾ നിങ്ങൾക്ക് ഹദീസുകൾ കൊണ്ടിട്ട് തരുന്നു, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും. അതിൽ നിങ്ങൾക്ക് കാണാം മോചിപ്പിക്കപ്പെട്ട അടിമയെ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും അടിമയാക്കിയ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഹദീസും ഈ കിതാബിലുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അത് ബാഹുബലി 2 ആയിട്ട് മാറുന്നു. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, അത് സ്വഹീഹായ ഹദീസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, നിങ്ങള് ഹദീസാണ് ഇപ്പൊ ഗൂഗിൾ എന്നല്ലല്ലോ നിങ്ങൾ പറയുന്നത്. എന്താണ് ഗൂഗിൾ? എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഗ്രന്ഥകാരനോട് നമ്മൾ ചോദിക്കുന്നു. നിങ്ങൾ ഇന്നാള് പറഞ്ഞത് ഹദീസ് എന്നാണ്, വേറെ ഹദീസ് ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, ഹദീസുകളിൽ നമുക്ക് കിട്ടും. അപ്പം ഹദീസ് എഴുതുന്ന ആരാണ്? ഹദീസ് എഴുതിയത് ഇപ്പൊ സഹീഹ് ബുഖാരി എഴുതിയത് ഇപ്പൊ എന്റെ വല്യാപ്പയല്ല. ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ഞാനൊരു ആത്മകഥ എഴുതുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ ഇപ്പൊ ഞാൻ എഴുതുന്നു, അല്ലെ എന്റെ സുഹൃത്തുക്കൾ എഴുതുന്നു, എന്റെ റിലേറ്റീവ്സ് എഴുതുന്നു. അപ്പം അത് എന്നെ കുറിച്ച് എഴുതുമ്പം ഞാൻ അതിൽ നല്ലത് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ നിങ്ങൾ ഹദീസിനെ തള്ളുന്ന ആളാണ്? നല്ലത് മാത്രമേ. നിങ്ങൾ ഹദീസിനെ തള്ളുന്ന ആളാണോ? തള്ളുന്ന ആളെന്നല്ല. അപ്പൊ സഹിഹായ ഹദീസ്, സഹിഹായ കിതാബിലുള്ള സാധനം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് തള്ളുന്നത്? ഞാൻ പറഞ്ഞത് തള്ളുന്നില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പൊ നിങ്ങൾ പറയൂ, അടിമയെ മോചിപ്പിച്ച പ്രവാചകൻ ഒരു സ്ഥലത്ത് പറയുകയും തിരിച്ചു വിളിച്ച അടിമയാക്കിയ പ്രവാചകൻ എന്ന് മറ്റൊരു ഹദീസിൽ പറയുകയും ചെയ്യും. അത് വൈരുദ്ധ്യല്ലേ? ഈ മറ്റൊരു ഹദീസ് ഏതാണ്? ഇതേ ബുക്കിലുള്ള ഹദീസ്. അപ്പം ആ ഹദീസ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? അപ്പം നമ്മളത് ബാക്കി വായിച്ചു. ഉസ്താദ് അത് പകുതി വായിച്ചു നിർത്തി, നമ്മൾ ബാക്കി പോയി വായിച്ചു. അത് ഉമർ എഴുതി, അബൂബക്കർ എഴുതി എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലല്ലോ, ഹദീസ് ഗ്രന്ഥത്തിലുണ്ട് എന്നേ നമ്മൾ പറഞ്ഞിട്ട് ആരെഴുതി എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. സഹീഹ് ആണോ എന്ന് നമ്മൾ നോക്കും. അത് നമ്മൾ എടുക്കും. ആരെഴുതി? അപ്പം ഇപ്പം എന്നെ കുറിച്ച് ഒരു ചള്ള എഴുതുന്നെങ്കിൽ അതെന്റെ ശത്രുക്കളായിരിക്കാം. ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളപ്പോ ഹദീസിനെ തള്ളുകയാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹദീസ് മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ എന്നാണോ? അതേ ഉള്ളൂ. കാരണം അങ്ങനെയാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹദീസ് നിങ്ങൾ എടുക്കും, ഇല്ലാത്ത തള്ളും, അങ്ങനെയാണോ? അപ്പൊ ഈ മോചിപ്പിച്ച അടിമയെ തിരിച്ചു വിളിച്ച അടിമയാക്കിയ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഹദീസ് നിങ്ങൾ എടുക്കോയില്ലേ? ഞാൻ പഠിച്ചിരിക്കുന്ന അങ്ങനെ നിങ്ങൾ എടുക്കോയില്ലേ? അത് പറയൂ. അതായത് മോചിപ്പിച്ച അടിമയെ തിരിച്ചു വിളിച്ച അടിമയാക്കി എന്ന ഹദീസ് നിങ്ങൾ എടുക്കുമോ ഇല്ലേ?
ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ഹദീസ് ഉണ്ട്, അത് ശരി. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഹദീസ് ഇവിടെ നമ്മൾ കയ്യിലൂടെ എടുത്തു വെച്ചിരിക്കുകയല്ലേ. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങൾ കാണാത്ത സാധനം നിങ്ങൾ ഇല്ല എന്ന് എങ്ങനെയാ പറയണേ? നിങ്ങൾ കാണാത്ത ഹദീസ് ഇല്ല എന്ന് എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? കാണാത്തത് കൊണ്ട് അതില്ല എന്നാവോ? കാണാത്തോണ്ടില്ല. നിങ്ങൾ ഒരു ഹദീസ് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ആ ഹദീസ് ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പറയുന്നത് അത്ര പൊട്ടനാണ് മറ്റുള്ളവര്. നിങ്ങൾ പൊട്ടനായിട്ടല്ലേ ഇപ്പൊ കാണുന്നത്? നിങ്ങൾ ഇല്ലാത്തൊരു സാധനം ഇല്ല എന്ന് പറയുന്നതിന് ഇല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? കാണാത്ത സാധനം. മുഹമ്മദിനെ കുറിച്ച് ചള്ളും നല്ലത് മുഹമ്മദ് എഴുതി വെക്കോ? പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അന്ന് അതൊക്കെ നോർമൽ ആയിരുന്നു. അതാണ് ഈ പ്രശ്നം. എന്ത് ഈ പറയുന്ന മുഹമ്മദിനെ കുറിച്ച് ചള്ളും നല്ലത് മുഹമ്മദ് തന്നെ എഴുതി വെക്കോ? അത് അങ്ങനെയാണെങ്കിൽ ഹദീസ് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം മുഹമ്മദ് നബി മരിച്ച് 100-200 വർഷം കഴിഞ്ഞിട്ടല്ലേ എടുത്തത്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കണം എങ്ങനെയാണ്? മുഹമ്മദ് നല്ലത് മുഹമ്മദിന്റെ ജീവിതം നല്ലത് മാത്രമാണ്. ചള്ളുണ്ടെങ്കിൽ അത് ഒരു കള്ള ഹദീസാണ് ഭായി. അത് ശരി. അപ്പൊ ചള്ളൊക്കെ അപ്പൊ ചള്ളും നല്ലതും നോക്കിയിട്ടാണോ സഹീഹും ലൈഫും നിശ്ചയിക്കുന്നത്? അത് പുതിയ അറിവാണല്ലോ. നിങ്ങള് അതാ പറയണേ. ഇത് എവിടെ തന്നെ ആയാണ് നല്ലതൊക്കെ സഹീഹ്, എടുക്കാൻ കൊള്ളാത്തതൊക്കെ ലൈഫ്, ഇങ്ങനെയാണോ അതിന്റെ ക്ലാസിഫിക്കേഷൻ? ഇത് പുതിയ അറിവാണല്ലോ. നിങ്ങൾ ഏത് മദ്രസയിലാ പഠിച്ചത്? അതൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ഏത് മദ്രസയിലാ പഠിച്ചത്? അതൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ വലിയ മദ്രസ ഒന്നും പോയിട്ടില്ല. അതിന്റെ കുഴപ്പമാണ്. നിങ്ങൾ പോയി വലിയ മദ്രസ അല്ലെങ്കിൽ ഒരു മിനിമം മീഡിയം മദ്രസ അല്ലെങ്കിൽ പോയി പഠിക്കുക. അത് പഠിച്ചാൽ തീരും. നിങ്ങൾക്ക് ഈ സഹീഹായ ഹദീസ്, ലൈഫായ ഹദീസ് എങ്ങനെയാണ്, അതുപോലെ ഹസൻ എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ ഹദീസ് ഗ്രന്ഥം എടുത്തിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് എടുക്കുക, നല്ലതല്ല എന്ന് തോന്നുന്നത് തള്ളുക. ആ പരിപാടി നടക്കില്ല. സഹീഹാണോ അത് എടുത്തിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്ന് പറയുന്നില്ല. ചള്ള എന്ന് പറയുന്നത് ഇപ്പം മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദ് തന്നെ ചള്ളൻ എഴുതി ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ വിഷയമല്ലേ. നമ്മൾ ഇസ്ലാമിലുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആരിഫിന്റെ ഭാഗം ക്ലിയർ. അപ്പൊ എല്ലാ കാര്യവും നല്ലത്. പക്ഷെ ആരിഫിനെ കുറിച്ച് ആരിഫ് തന്നെ ചള്ള എഴുതി വെക്കുവോ? അതാ പറഞ്ഞത്. എനിക്ക് എന്നെ കുറിച്ച് ഞാൻ ഒരു മാനവരിൽ മഹോന്നതനാണെന്ന് ഞാൻ തള്ളി മറിക്കണമില്ലല്ലോ. പിന്നെ എനിക്ക് എന്തിനാ എന്റെ ആവശ്യം? നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നു, നന്മ ചെയ്യുന്നു. പക്ഷെ മുഹമ്മദ് നബി അങ്ങനെയാണ്. ഉസ്വത്തുൻ ഹസന എന്ന് പഠിപ്പിക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള ഒരാൾ ഇതേപോലെ തെണ്ടിത്തരം ചെയ്യുന്നത് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ ഈ 5-10 പേരേ ഉള്ളല്ലോ. അപ്പം ഈ ഇസ്ലാമിൽ തന്നെ എന്തോരം നമ്മളൊക്കെ കുറഞ്ഞ ബുദ്ധിയുള്ള ആൾക്കാരാണ്. ആരിഫിനെക്കാളിലും എന്നെക്കാളിലും ഒക്കെ നല്ല ക്വാളിറ്റിയും നല്ല വിശ്വാസമുള്ള എന്തോരം ആൾക്കാർ ഇസ്ലാമിലുണ്ട്. അവർക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ. ഏത് കിട്ടുന്നില്ല? അവരെന്താ ചിന്തിക്കുന്നില്ല? ചിന്തിക്കാത്തത് എന്താ? നരകഭയം കൊണ്ട്. നിങ്ങൾ തയ്യാറാണോ ഈ ഹദീസുകൾ പോയി പരിശോധിക്കാൻ? ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ തയ്യാറാണോ ഈ ഹദീസുകൾ പോയി പരിശോധിച്ച് അത് തെറ്റാണ്, അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് കണ്ടാൽ അത് വെച്ചിട്ട് മുഹമ്മദ് നബിയെ തള്ളാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ തള്ളുകയല്ല. അതന്നെയാണ് ഈ പ്രശ്നം. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ തള്ളാത്തത്? അത് തള്ളണമെങ്കിൽ ആരെഴുതി എന്ന് എനിക്കറിയണം. ഈ ബുഹാരി മുസ്ലിം എഴുതിയത് നിങ്ങൾ എടുക്കൂലേ? ആരുണ്ടാക്കിയെന്ന് ബുഹാരി മുസ്ലിം എഴുതി വെച്ചത് നിങ്ങൾ എടുക്കില്ലേ? ബുഹാരി മുസ്ലിം എഴുതി വെച്ച് എടുക്കും. അപ്പൊ അതിലുള്ള സാധനമല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാത്ത? നിങ്ങൾ വിശ്വസിക്കേണ്ട, അതെന്റെ വിഷയമല്ല. നമ്മളതേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഐഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഞാനല്ല പറയുന്നത്, ഹദീസിലുള്ള കാര്യം നമ്മൾ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ലല്ലോ, ഈ മഹാത്മാഗാന്ധി കസ്തൂർബ എത്ര വയസ്സിലാണ് വിവാഹം കഴിച്ചത്? എത്ര വയസ്സിലാണ്? എത്രന്ന് പറയാ? നിങ്ങൾ പറയാം എത്ര വയസ്സിലാ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചോദ്യം. മുഹമ്മദ് നബി ഉസ്വത്തുൻ ഹസന, ഗാന്ധിജി ഉസ്വത്തുൻ ഹസനയാണോ? എന്താണ് നിങ്ങൾ പറയ്. ഗാന്ധിജി ഉസ്വത്തുൻ ഹസനയാണോ? രാമൻ ഉസ്വത്തുൻ ഹസനയാണോ? കൃഷ്ണൻ ഉസ്വത്തുൻ ഹസനയാണോ? ചട്ടമ്പി സ്വാമി ഉസ്വത്തുൻ ഹസനയാണോ? EMS ഉസ്വത്തുൻ ഹസനയാണോ? അവരിനി 6-ാം വയസ്സിലല്ല 15-ാം വയസ്സിൽ കെട്ടിയാലും ഞമ്മക്കെന്താണ്? EMS കെട്ടിയമാതിരി ബാക്കിയുള്ളവർ കെട്ടണം എവിടെയെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ മുഹമ്മദ് നബി അപ്പിയിട്ട പോലെ അപ്പിയിടണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. നിങ്ങൾ പറയുന്ന ചോദിച്ചതിന് ഉത്തരം പറയും. മുഹമ്മദ് നബി എങ്ങനെയാണോ ഇരുന്ന് അപ്പിയിട്ടത് അതേപോലെ ഇരുന്ന് അപ്പിയിടണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്.
അതെ. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ ഗാന്ധിജീനെ വലിച്ചോണ്ട് വരുന്നത്? ഗാന്ധിജി ഇരുന്ന് അപ്പിട്ട പോലെ ഇരുന്ന് അപ്പിടുന്ന എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ അത് മാത്രം ഈ മുഹമ്മദ് നബിയുടെ കാര്യം മാത്രം എന്തിനു അതാ പറഞ്ഞത്, മുഹമ്മദ് നബി മാത്രമാണ് ഉത്തമ മാതൃക എന്ന് ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മദ്രസയിൽ. ഗാന്ധിജി ഉത്തമ മാതൃകയാണെന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ആരും അവകാശപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ ഭായി, അതന്നെയല്ലേ പറഞ്ഞത് ഉത്തരം. നിങ്ങള് ഇപ്പൊ മുഹമ്മദ് നബി ശരിയാ ഉത്തമ മാതൃകയാണ്. ആ ഉത്തമനായ മാതൃകയുള്ള ആള് ഇതേപോലെ ഒരു 6 വയസ്സിലുള്ള പെൺകുട്ടിയെ കെട്ടി പൂശുന്നത് ശരിയാണോ അല്ലേ? അന്നത്തെ കാലമല്ലേ? ഇസ്ലാം അന്നത്തെ കാലത്തേക്കുള്ളതാണോ? എല്ലാ കാലത്തേക്കുള്ളതല്ലേ? ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതല്ലേ? ഉത്തമ മാതൃക എന്ന് പറയുന്നത് അന്നത്തെ കാലത്തേക്കാണോ? എല്ലാ കാലത്തേക്കുള്ള മാതൃക എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്നത്തെ അവസ്ഥ, അന്ന് ഒരു എല്ലാ വീട്ടിലും ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന സാഹചര്യം അനുസരിച്ച് വീണ്ടും നിങ്ങൾ പറയുന്നു ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണോ അല്ലേ? ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ള. അപ്പൊ പിന്നെ മുഹമ്മദ് നബി ചെയ്ത കാര്യം അന്നത്തെ കാലത്തേക്കാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? നിങ്ങൾ ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന കോയയാണോ? ഇന്നത്തെ കാലത്ത് എന്നാ പറയൂ, മുഹമ്മദ് നബി ചെയ്ത കാര്യം ഇന്നത്തെ കാലത്ത് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലേ? അല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഉത്തമ മാതൃക എന്ന് പറഞ്ഞ് തള്ളി മറിക്കണേ? മാതൃക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഞാൻ പറഞ്ഞത്, കോയ ഒന്ന് സമാധാനം. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയാണ്. നിങ്ങളുടെ ആവേശമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റ് ഉപയോഗം ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കൂ. നിങ്ങളെപ്പോലെ ഇസ്ലാമിനെ വിശ്വസിച്ച് കേൾക്കും. ഞാൻ വളരെ സ്നേഹപൂർവ്വം പറയാണ്, വളരെ സ്നേഹപൂർവ്വം നിങ്ങളൊരു കാര്യം പറയാണ്. നിങ്ങൾ കേൾക്കൂ. ഓക്കെ, ഇതുപോലെ ഇസ്ലാമിൽ വിശ്വസിച്ച് ഇതൊക്കെ തെറ്റാണെന്ന് ചിന്തിച്ച് ഇങ്ങനെയൊന്നും മുഹമ്മദ് നബി ആകില്ല എന്ന് ധരിച്ച് മുഹമ്മദ് നബിക്ക് വേണ്ടി പടവെട്ടാൻ ഇറങ്ങി നടന്നിരുന്ന ഒരു ഉത്തമ ജിഹാദിയായിരുന്നു ഞാനൊരു കാലത്ത്. ഓക്കെ, അവിടെ നിന്നും മാറി നമ്മളിത് കേൾക്കൂ അവിടെ നിന്നും മാറി നമ്മളിത് പോയി പരിശോധിച്ച് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ സാധനത്തിന് പിന്നെ ഇവിടെ ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തിന് ഞാൻ ചോദിക്കട്ടെ? അത് കഴിയില്ല, അതാണ് ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ഉമ്മ നമ്മളെ 10 മാസം പ്രസവിച്ച് 10 മാസം ചുമന്ന് പ്രസവിച്ചു. നമ്മുടെ ഉമ്മയും ഉപ്പയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി. നമ്മളെ പ്രസവിക്കും. നമ്മൾ ചിന്തിക്ക്, നമ്മളുണ്ടാവുമ്പം നമ്മളൊരു കുഞ്ഞാണ്, നമുക്ക് കരയാൻ മാത്രമേ അറിയൂ. നമ്മുടെ ഉമ്മ വായിലേക്ക് വെച്ചിരുന്ന അമ്മിഞ്ഞ മാത്രം, അമ്മിഞ്ഞ നമ്മുടെ വായിൽ നിന്നൊന്ന് വിട്ടുപോയാൽ അത് സ്വയം തന്നെ വായിലെടുത്ത് വെക്കാൻ പോലും നമുക്ക് കഴിവില്ലായിരുന്നു. ആ ഉമ്മ 10 മാസം ചുമന്ന് പ്രസവിച്ച് നമ്മളെ വളർത്തി 10-15 വയസ്സാകും. അപ്പൊ നമുക്ക് ബുദ്ധി ഉണ്ടായി, നമ്മൾ സ്വയം ചിന്തിക്കുന്നു. അപ്പം അവര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. ആ ഉമ്മ മണ്ടത്തരം പറഞ്ഞ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉപ്പ ആരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതാ പറഞ്ഞ. അപ്പൊ ആ ഉമ്മ വന്നിട്ട് നിങ്ങളോട് പറയാണ്, ആ ഉമ്മ നിങ്ങൾക്ക് കേൾക്കൂ, ആ ഉമ്മ വന്നിട്ട് നിങ്ങളോട് പറയാണ് അപ്പുറത്ത് കാഫിറിനെ പോയി കൊല്ലാൻ പറഞ്ഞ് നിങ്ങൾ പോയി കൊല്ലൂ? ഇല്ല. എന്താ കൊല്ലാത്തെ? എന്താ കൊല്ലാത്തത്? ഉമ്മ പറഞ്ഞല്ലേ 10 മാസം ചുമന്നതല്ലേ? അതൊരുപോലെ ആണല്ലോ. ഒരുപോലെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ എടുത്തു വെച്ച് എന്തിനാണ് അത് കമ്പയർ ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം പറയട്ടെ കേൾക്കൂ. ഒന്നാമത്തെ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടാ. അതെ, അതിനുള്ള ഉത്തരം പറയുമ്പോൾ നിങ്ങൾ കേൾക്കണ്ടേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാ പോരല്ലോ. കേൾക്കൂ. അതെ, ഞാൻ പറയുന്നത് തിരിച്ച് കേൾക്കൂ. നിങ്ങൾ പറയുന്നതിന് മറുപടി പറയുമ്പോൾ അത് കേൾക്കാതെ റേഡിയോ ആയാൽ ശരിയാവില്ല, കട്ട് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഉമ്മയുടെ ഉദാഹരണം ഇവിടെ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിച്ചിട്ടാണോ ഉമ്മയും ബാപ്പയും കൂടി നിങ്ങൾ ഉണ്ടാക്കിയത്? അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ള അവരുടെ ബാധ്യതയാണ്. അത് വെച്ചിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കേൾക്കൂ, മറുപടി പറയുമ്പോൾ കേൾക്കൂ സുഹൃത്തെ. മറുപടി പറയുമ്പോൾ കേൾക്കൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തെ എടുത്തു വെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ വെറുതെ കുഴപ്പത്തിലാവുകയുള്ളൂ. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നു കാഫിറിനെ പോയി കൊല്ലുക, കാഫിറിനെ പോയി വെട്ടിക്കൊല്ലാൻ പറയുന്നു ഖുറാനിൽ. കാഫിറിനെ പോയി വെട്ടിക്കൊല്ലാൻ പറയുന്നു. ഇനി ഒരു കാര്യം കൂടി കേൾക്കൂ. ഒരു കാര്യം കേൾക്കൂ. നിങ്ങളൊന്ന് സമാധാനമായിട്ട് കേൾക്ക്. പറയുന്നത് മുഴുവനാക്കുന്നവരെ ഒന്ന് ക്ഷമിക്കൂ, അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുക. നിങ്ങൾ മുഴുവനാക്കുന്നവരെ ക്ഷമിച്ച് കേൾക്കുക, ഇല്ലെങ്കിൽ വെക്കുക. നിങ്ങൾ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കൂ. ഓക്കെ, അപ്പോ ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങളുടെ സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും മുഹമ്മദ് നബിയെ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്.
അല്ലേ? അത് ശരിയാണോ? ശരിയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഉമ്മാനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്താ കാര്യം? 10 മാസം ചുമന്ന് ഉമ്മ പറയുന്നത് കേൾക്കണോ, മുഹമ്മദ് നബി പറയുന്നത് കേൾക്കണോ? അതെ. അപ്പൊ ഉമ്മ പറയണത് കേൾക്കോ, മുഹമ്മദ് നബി പറയണത് കേൾക്കോ? നിങ്ങൾ പറയും. നിങ്ങൾ 10 മാസം ചുമന്ന് ഉമ്മ പറയണത് നിങ്ങൾ കേൾക്കോ, അതോ നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതോ ഒരു കാട്ടറബി പറയണത് നിങ്ങൾ കേൾക്കോ? മുഹമ്മദ് നബി പറഞ്ഞ് പഠിപ്പിച്ചതാണല്ലോ നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതേ മുഹമ്മദ് നബിയാണ് പറയുന്നത് നിങ്ങൾ ഉമ്മാനേക്കാൾ എന്നെ സ്നേഹിക്കണമെന്ന്. അപ്പോഴോ? ഉമ്മാനേക്കാൾ സ്നേഹിക്കണം. അപ്പൊ ഉമ്മ പറയണത് കേൾക്കോ, മുഹമ്മദ് നബി പറയണത് കേൾക്കോ? അനുസരിക്കുന്നത് ഉമ്മയാണ്. ഉമ്മാനല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉമ്മമാര് നിങ്ങളെ ഷിർക്കിലേക്കോ അല്ലെങ്കിൽ മതവിരുദ്ധമായ കാര്യങ്ങളിലേക്കോ നിങ്ങളെ നയിച്ചാൽ അത് കേൾക്കരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കേട്ടിട്ടില്ലേ? ഒരു ഉമ്മയും അങ്ങനെ പറഞ്ഞു വിടുകയില്ല. വിടുന്നവരുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടല്ലേ ഖുർആൻ ആയത്ത് വരേണ്ടി വന്നത്. നമ്മുടെ ഉമ്മയും നിങ്ങൾ കേൾക്കൂ, ഖുർആനിലെ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. യാ ബുനയ്യ ഇന്ന ശിർക ലളുൽമുൻ അലീം എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കൂ. യാ ബുനയ്യ ഇന്ന ശിർക ലളുൽമുൻ അലീം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്നാ ആദ്യം പോയി പഠിക്കുക, എന്നിട്ട് വന്നിട്ട് ഇതേപോലെ കിടന്ന് കുണയ്ക്ക്. ഓക്കെ. അപ്പൊ കോയ ചെന്നിട്ടേ അവിടെ ഏതെങ്കിലും മദ്രസയിൽ പോയിട്ട് 1ാം ക്ലാസ്സിൽ ചേർന്നിട്ട് ഇതൊക്കെ പഠിക്കും. നിങ്ങളോട് സ്നേഹത്തിൽ ഞാൻ പറഞ്ഞു, പറയാനുള്ള കാര്യം ഞാൻ സ്നേഹത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അലിഫ് ബാത്ത അറിയില്ല. നിങ്ങൾ എവിടുന്നോ കേട്ട് കുരും പൊട്ടി വന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അതാ പറയുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് ABCD അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യം പോയിട്ട് ഇസ്ലാം എന്താന്ന് പഠിക്കുക, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. കയ്യിലുള്ള മൊബൈൽ ഉപയോഗിക്കുക, ഗൂഗിൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. 10 മാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടല്ലോ ഉണ്ടാക്കി. ഒരു കോണ്ടം ഇട്ടിരുന്നെങ്കിൽ ആ പരിപാടി അവിടെ നടക്കൂലായിരുന്നല്ലോ. അതൊക്കെ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യൽ എന്റെ പൊന്നു കോയ. അതാ പറയണേ, ഒരു കോണ്ടം ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അതാ പറയണേ, ഒരു കോണ്ടം ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലോ. ഇതിനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിനെ കമ്പയർ ചെയ്യല്ലേ. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉമ്മാനേക്കാളും മുഹമ്മദ് നബീനെ എന്താണ് സ്നേഹിക്കണം. ഉമ്മ പറയണതല്ല കേൾക്കണം, മുഹമ്മദ് നബി പറയണതാണ് കേൾക്കേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. എന്നാ അടുത്ത ചോദിക്കേ. അതായത് നിങ്ങൾ പറയുന്നത് അല്ലാഹു എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ? അല്ലാഹു എന്നല്ല, ഒരു ദൈവവും ഇല്ല. അല്ലാഹു ഒരു മനുഷ്യനാണ്. മുഹമ്മദ് നബി തന്നെയാണ് അല്ലാഹു. അല്ലാഹുവാണ് മനുഷ്യൻ, അല്ലാഹു മനുഷ്യനാണ്. അതെ, മുഹമ്മദ് നബി തന്നെയാണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ്. മുഹമ്മദ് നബി അല്ല അല്ലാഹു. മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല. മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുന്ന ഒരു പ്രകാശമാണ്. ഉണ്ടയാണ്. ഒരു പ്രകാശമാണ് ഭൈ. ഉണ്ടയാണ്. അത് നിങ്ങൾ ഏതെങ്കിലും മദ്രസയിലൊക്കെ പോയി പറയും. ഓക്കെ. അതുപോലെ വേറെ കാര്യം ഇവിടെ, ഇപ്പം നിങ്ങൾ പറയുന്ന ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന്. ഒരുപാട് ദൈവം ഉണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യമാണ്. നിങ്ങൾ നമ്മൾ പറയാത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്താ കാര്യം? ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ദൈവമുള്ളൂ. അതാര് പറഞ്ഞു? ഞാൻ പറയുന്നു. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാണ് അല്ലാഹു ആണ് സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ വേറെ സൃഷ്ടികർത്താക്കളുണ്ടോ? വേറെ സൃഷ്ടികർത്താക്കളില്ല. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നല്ലാഹ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇന്നല്ലാഹ അഹ്സനുൽ ഖാലിഖീൻ എന്താണ് അതിന്റെ അർത്ഥം? എന്നാ പോയി പഠിക്കുക. അതല്ലേ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു വരുന്ന ഒന്നും നിങ്ങൾക്ക് ABCD അലിഫ് ബാത്ത് അറിയാത്ത കാര്യങ്ങളാണ്. അറിയാൻ വയ്യാത്ത കാര്യം പോയാൽ അറിയൂ, അന്വേഷിക്കൂ. അതല്ലേ വേണ്ടത്. അത് നിങ്ങൾ ഉണ്ടാവണല്ലോ. അത് ഉണ്ടായി അതിനെ അറിഞ്ഞ് അതിനെ പഠിച്ച് അതിനെ വിമർശിക്കുന്ന ആളുകൾ വന്ന് തിരുത്താൻ വേണ്ടി വരുമ്പോ ഏറ്റവും മിനിമം നിങ്ങൾ അത് പഠിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞത് വേറെ ദൈവമൊന്നുമില്ല, ആകെ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഖുറാനിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്നല്ലാഹ അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവ് അല്ലാഹു ആണെന്ന് പറയുമ്പോൾ വേറെ സൃഷ്ടികർത്താക്കൾ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ വേറെ ശ്രോതാവ് വിളിച്ചു നിങ്ങൾ ചോദിച്ചു, ദൈവം എന്ന് പറയുന്നത് അല്ലാഹു എന്ന് പറയുന്നതും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അല്ലാഹു ദൈവ അക്ബർ എന്ന് പറഞ്ഞാൽ പോരെ? ഡിങ്കാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പോരെ? നിങ്ങൾ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചില വാക്കുകൾ അറബിയിൽ മാത്രം പറയൽ നിർബന്ധമാക്കി ചില വാക്കുകളുണ്ട്. അത് അല്ലാഹു എന്നാണ്. അല്ലാഹു എന്നത് അല്ലാഹു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം എന്ന് പറയാം.
ഓ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മറ്റാരുമില്ല എന്നോ? അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം. അള്ളാഹു അല്ലാതെ ലാ ഇലാഹ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ ലാ ഇലാഹ അതിന്റെ അർത്ഥം എന്താന്ന് പറ. ലാ ഇലാഹ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ പറയേ, നിങ്ങൾ പഠിച്ച ആളല്ലേ, എന്നെ തിരുത്താൻ വന്ന ആളല്ലേ, പറയേ ലാ ഇലാഹ എന്താ അതിന്റെ അർത്ഥം? വിഷയം മാറ്റിക്കൊണ്ടുപോകാതെ. വിഷയമല്ലല്ലോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ലാ ഇലാഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം പറയാം ആദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പറയും. ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള അതിന്റെ അർത്ഥം. അല്ലല്ല, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് പറയാം. ലാ ഇലാഹ, ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹു. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയൂ. നിങ്ങൾ അങ്ങനെ കാട് കയറി അങ്ങനെ അങ്ങോട്ട് വെടിമുട്ടിച്ച് പോകല്ലേ. അങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങൾ അങ്ങനെ വിടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ഇതിന്റെ അർത്ഥം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലെ ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അർത്ഥം. നിങ്ങൾ പോയി പഠിക്കുക. വീണ്ടും നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, അറബി അറിയില്ല. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഇതൊന്നും പഠിക്കാതെ ഒന്നും അറിയാതെ ഇത് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വിമർശിക്കുന്ന ആളുകളെ വിമർശിക്കാൻ വന്നാൽ നിങ്ങൾ തൂങ്ങും. അതാണ് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. എന്തിനാ കോയ ഇതിന് നിൽക്കുന്നത്? നിങ്ങൾക്ക് പറ്റണ പണി നിങ്ങൾ എടുത്താൽ പോരെ. നിങ്ങൾ അതല്ലേ പറയണേ, നിങ്ങൾ പറ്റണ പണി എടുത്താൽ പോരെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇത് കഴിഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കാറ്റ് പോയാ? ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളിപ്പോ സംശയിച്ച പോലെ യുക്തിവാദി പറയുന്നു അള്ളാഹു ഇല്ലാന്ന്, ഈ പുരോഹിതം പറയുന്നു ദൈവം ഇല്ലാന്നും, യുക്തിവാദി ഈ പുരോഹിതം പറയുന്നു ദൈവം ഉണ്ടെന്നും. അങ്ങനെ ഒരു തർക്കം നടക്കുകയാണ്. അവസാനം ഈ പുരോഹിതം പറഞ്ഞു നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഒരു ഡേറ്റ് പറയുന്നത് ഞാൻ ഇന്ന ദിവസം ഈ ഡേറ്റിൽ നിങ്ങൾക്ക് തെളിവ് തരാന്ന് പറയുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോ അവിടെ ആ തെളിവ് കൊടുക്കാന്ന് പറയുന്നിടത്ത് ഈ യുക്തിവാദിയുടെ ആൾക്കാരും ഈ പുരോഹിതന്റെ ആൾക്കാരും കൂടി സംഘടിക്കുന്നു. അവിടെ എല്ലാരും കൂടിയിരിക്കുന്നു. അപ്പം പറഞ്ഞ സമയമായിട്ടും ഈ വിശ്വാസിനെ കാണുന്നില്ല. മണിക്കൂറുകൾ കാത്തിരുന്നു. 8 മണി എന്ന് പറഞ്ഞത് 10 മണിയായിട്ടും വന്നില്ല. ഒരുപാട് താമസിച്ചാണ് ഇയാൾ വന്നത്. ഈ താമസത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ഈ വിശ്വാസി പറഞ്ഞു ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴ കടന്നു വേണം എനിക്ക് വരാൻ. ഞാൻ വന്നപ്പോ പുഴയിൽ വഞ്ചിയില്ലായിരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ ഞാൻ അന്താളത്തിൽ നിൽക്കുമ്പം അക്കരെ നിന്ന ഒരു മരം പെടന്ന് ഇക്കരയിലേക്ക് ഒടിഞ്ഞു വീണു സ്വയം. അത് തന്നെ 4ആയിട്ട് പുലർന്ന് പല കഷ്ണങ്ങളായി വേർതിരിച്ച് അത് സ്വയം വഞ്ചിയായിട്ട് പ്രതീക്ഷപ്പെട്ട എന്റെ മുമ്പിൽ വന്നു നിന്നു. ഞാൻ അതിൽ കയറിയാണ് ഞാൻ ഇക്കരയിലേക്ക് വന്നതും ഇപ്പൊ ഇവിടെ എത്തിക്കുന്നു. അപ്പൊ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം അവിടെ നിന്ന് എല്ലാരും ചിരിച്ചു. അത് ആരും വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തിലും വിശ്വസിക്കാത്തത്. വിശ്വസിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തിലും വിശ്വസിക്കാത്തത്. ഒരു വഞ്ചി തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെ, ഇല്ല. അപ്പൊ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങൾ തന്നെ ഉണ്ടായി വന്നാന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിനെ ആരാണ്ടാക്കിയ? അള്ളാഹുവിനെ ആരാണ്ടാക്കിയത്? അള്ളാഹുവിനെ ആരുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഉണ്ടായി. ശരി, അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവാം. ഒരു വഞ്ചി തന്നെ ഉണ്ടാവണാണ് നിങ്ങളുടെ പ്രശ്നം. അതിനൊരു ഉത്തരവില്ല. അള്ളാഹു ഒരു പ്രകാശമാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ ലോകത്ത് എന്തെങ്കിലും തന്നെ ഉണ്ടാകാൻ വഴി. അതാ പറയണേ, അള്ളാഹു തന്നെ ഉണ്ടാകാം, വഞ്ചി തന്നെ ഉണ്ടാകാൻ പാടില്ല. അത് പള്ളി പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങളുടെ അള്ളാഹുവിന് തന്നെ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ എന്റെ വഞ്ചിക്കും തന്നെ ഉണ്ടാകാം. ഓക്കെ, പറയും. ഇനി അടുത്തത്. ഞാൻ ആ പോകുമ്പോ ഒരു കടയിൽ നിന്ന് മേടിക്കുന്നു. ആ കടയിൽ ആ ഫോൺ കൊണ്ടിരുന്നത് വേറൊരു കടയിൽ നിന്നാണ്. ആ കടയിൽ ആ ഫോൺ കൊണ്ടിരുന്നത് വേറെ കടയിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി അവസാനം പോകുമ്പം ഈ ഫോൺ ഉണ്ടാക്കിയെടുത്ത് അടുത്ത് ചെല്ലുന്നു. ഈ ഫോൺ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ അപ്പുറത്തോട് എനിക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. അത് എങ്ങനെ തീരാ? അത് ശരി. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ നിർത്തും. അതാണ് നിങ്ങളുടെ പരിപാടി. അതാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയവരെ കൊണ്ടുപോയി നിർത്തും. അത് പള്ളി പറഞ്ഞാൽ മതി. അത് പള്ളി പറഞ്ഞാൽ മതി. അടുത്ത ദിവസം വെള്ളിയാഴ്ച പോകുമ്പോ പറഞ്ഞു കൂലി കൂടുതൽ കിട്ടും, ഹൂറികളെ കൂടുതൽ കിട്ടും. ഓക്കെ, അതാ പറഞ്ഞേ. അത് ചോദ്യം ഉണ്ട്. നിങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാക്കാനും ഒരാൾ വേണം. ഓക്കെ, അവസാനം ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ക്യൂ അല്ലല്ലോ ഇത് ഉണ്ടാക്കുന്ന കാര്യമല്ലേ നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഉണ്ടാക്കുമ്പോ നിങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാക്കാൻ ഒരാൾ വേണം.
അങ്ങനല്ല, ഒരാള് ഉണ്ടാക്കാൻ ഒരാള് വേണം ഭായി. അതാ പറഞ്ഞേ, അള്ളാഹുവിനെ ഉണ്ടാക്കാനും ഒരാൾ വേണം. അത് സമ്മതിച്ചാൽ നമുക്ക് ഇവിടെ കാര്യങ്ങൾ തീരുമാനമായില്ലേ? ഒരാള് വേണ്ടേ? ഓ അപ്പൊ അള്ളാഹുവിനെ ഉണ്ടാക്കാൻ ആള് വേണ്ടേ? വേണല്ലോ, ഉണ്ടാവണല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസാനം ഇല്ല. അവസാനം ഉണ്ടാവരുത്, ഉണ്ടാവില്ല. അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇൻഫിനിറ്റ് റിഗ്രഷൻ നമ്മൾ പറയും. അതൊരു വിശ്വാസമാണ്. അതന്നെ പറയണത്. ഇതൊക്കെ കെട്ടുകഥയാണ്, വിശ്വാസമാണ്, കെട്ടുകഥയാണ്. അതാണ് നമ്മൾ പറയണത്. അതെ, ശരി. ഇനി ഈ പടച്ചോനാണോ ഈ മണ്ണ് കുഴച്ചിട്ട് ഈ ആദമിനെ ഹവ്വനെയൊക്കെ ഉണ്ടാക്കിയെന്നും കൂടിയാണോ നിങ്ങൾ പറഞ്ഞു വെക്കണേ? ആണ്. അങ്ങനെ ഉണ്ടാക്കുന്ന മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആദമിന് ഹവ്വയ്ക്ക് എന്തിനാണ് പൊക്കിൾ കൊടി? പൊക്കിൾ കൊടി എന്തിനാന്ന് പറയൂ. മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആദമിന് ഹവ്വയ്ക്ക് എന്തിനാ പൊക്കിൾ കൊടി? അതും കൂടി പറഞ്ഞോ. ഇത് വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറയും, മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആദമിന് ഹവ്വയ്ക്ക് എന്തിനാണ് പൊക്കിൾ കൊടി? ആദമിന്റെ ഹവ്വയുടെ മക്കൾക്ക് പൊക്കിൾ കൊടി ഉണ്ടാവണം, നമുക്ക് മനസ്സിലാക്കാം. ആദമിന് ഹവ്വയ്ക്ക് എന്തിനാ പൊക്കിൾ കൊടി? മനുഷ്യല്ലോ എവിടെ? അതാ പറയണത്. എന്തിനാ പൊക്കിൾ കൊടി? മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആദ്യത്തെ മനുഷ്യൻ എന്തിനു പൊക്കിൾ കൊടി? സി, പൊക്കിൾ കൊടി എങ്ങനെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലായിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്താ പൊക്കിൾ കൊടി എന്തിനാ? പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങളല്ലേ പഠിച്ചിട്ട് തന്നെ തിരുത്താൻ വന്ന മഹാൻ. പറയൂ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? അങ്ങനെ വലിയ അറിവുകളൊന്നുമില്ല. അറിവില്ലെങ്കിൽ അറിവുള്ള ആളുകൾ പറയുമ്പോൾ കേട്ടിട്ട് അത് പഠിക്കുകയല്ലേ വേണ്ടത്, അതിന് പകരം തിരുത്താൻ വരികയാണോ ചെയ്യേണ്ടത്? വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന അറിവുകൾ വിശ്വാസം ശരിയാണെന്ന് എന്നാ നിങ്ങൾ പറയൂ, എന്തിനാണ് ആദാമിനും ഹവ്വയ്ക്കും പൊക്കിൾ കൊടി? അതും കൂടി പറഞ്ഞോളൂ. അതെനിക്കറിയില്ല. അത് നിങ്ങൾ പോയി പഠിക്കണ്ട. അപ്പോ ഇതിന് പറയണല്ലോ, നിങ്ങൾ പറയണ മണ്ടത്തരങ്ങൾ നമുക്ക് മണ്ടത്തരാണെന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുമ്പോഴും അത് മണ്ടത്തരമാണെങ്കിൽ മണ്ടത്തരം എന്ന് ഞാൻ പറയും. അപ്പൊ പറയൂ, എന്തിനാണ് ആദാമിനും ഹവ്വയ്ക്കും പൊക്കിൾ കൊടി എന്തിനാന്ന് പറയും. ഞാനെങ്ങനെ പറയാ? നമ്മളതിന് അല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇത് എവല്യൂഷൻ അല്ലേ, നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പരിണാമമല്ലേ നമ്മൾ പറയുന്നത്. അതിനല്ലേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ഇതുവരെ ഒരു ചോദ്യം മര്യാദയ്ക്ക് ചോദിച്ചിട്ടില്ല. എല്ലാം മണ്ണാങ്കട്ട ചോദ്യമാണ് ചോദിച്ചത്. എല്ലാം ആദ്യ എപ്പിസോഡിൽ തന്നെ പൊളിയുന്ന ചോദ്യങ്ങളല്ലേ നിങ്ങൾ ചോദിച്ചത്. അള്ളാഹുവിന് ഉണ്ടാക്കാൻ ഒരാളെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. ഇതല്ലേ നിങ്ങളുടെ ചോദ്യത്തിന്റെ അവസ്ഥ? എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. അതെ, അപ്പൊ അള്ളാഹുവിനെയും സൃഷ്ടിക്കാൻ ഒരാൾ വേണ്ടേ? സൃഷ്ടാവിനെ ഉണ്ടാക്കാൻ സൃഷ്ടാവ് വേണ്ട. അതെന്താണ്? സൃഷ്ടാവെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവനാണ്. അതെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നല്ലാഹ അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവാണ് അള്ളാഹു. അപ്പൊ ആരാണ് ആ സൃഷ്ടികർത്താവ്? അതിവിടെ അതിന് ഉത്തരവൊക്കെ വന്നിട്ടുള്ളതാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ? ആ ചോദ്യം കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയോ? അതെ, അതിൽ ഏതാണെന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്തിയ കാര്യം നിങ്ങൾക്ക് അറിയോ? മുട്ടയാണ് ആദ്യം ഉണ്ടായത്. മുട്ടയാണ് ആദ്യം ഉണ്ടായത്. മുട്ട ഉണ്ടായത് മുട്ടയ്ക്ക് മുന്നേ ഉള്ള ആളുകളിൽ നിന്ന്. അപ്പോഴോ? മുട്ടയ്ക്ക് മുന്നേ ഉള്ള വർഗത്തിൽ നിന്ന് അത് പരിണമിച്ചുണ്ടായി. എങ്ങനെ? അതാ പറഞ്ഞത്, ആ ഇനീഷ്യൽ ഫോം ഉണ്ടായത് അതിന് മുന്നെയാണ്. സമ്മതിക്കേണ്ടി വരും, ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. അപ്പോഴോ? അപ്പൊ നീ നിങ്ങൾ പറയാം അള്ളാഹുവിന് ഉണ്ടാക്കിയത് ആരാന്ന് പറ. അതാ പറയണത്, എല്ലാം ഉണ്ടാക്കുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? അപ്പൊ എന്താണ് ഈ സൃഷ്ടാവ് എന്ന് പറയുന്നത്? സൃഷ്ടാവെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, അതൊരു ശക്തിയാണ്. ശക്തിയോ? ഏത് ശക്തി? മനുഷ്യനോ ഒരു ജീവനുള്ള വസ്തുവോ മനുഷ്യനോ ഒരു വസ്തുവോ ആണെങ്കിൽ അതിനെ സൃഷ്ടിക്കാൻ ആള് വേണം. ഓക്കെ. അപ്പോ അള്ളാഹു എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അള്ളാഹു എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. പിന്നെ എന്തുട്ടാണ്? അത് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെയാണോ നിങ്ങൾ പിന്നെ ഡിഫെൻഡ് ചെയ്യുന്നത്? അതൊരു വിശ്വാസമാണ്. അതായത് കെട്ടുകഥയാണ്. പിന്നെ വിശ്വാസം എന്ന് പറയുന്നതിന് അങ്ങനെ പറഞ്ഞൂടെ? കെട്ടുകഥയാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഈ ഇസ്ലാമിൽ ഈ ചന്ദ്രനെ പിളർത്തിയ കഥയൊക്കെ പറയുന്നത്, അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
ഈ ചന്ദ്രനെ പിളർത്തിയ കഥയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ, ചന്ദ്രനെ പിളർത്തിയ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാലിൽ വെണ്ണ ഉണ്ടോ? ഓ, പാലിന്റെ അത് വെണ്ണ ഉണ്ടോ? നിങ്ങൾ ഇത് പറയൂ, ചന്ദ്രനെ പിളർത്തിയ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ചന്ദ്രനെ എങ്ങനെ പിളർത്താൻ പറ്റുമോ? അത് അത്ഭുതങ്ങളാണ്. അത്ഭുതം എവിടെ ഉണ്ടായി? അങ്ങനെ ചന്ദ്രനെ പിളർത്തിയിട്ട് പിന്നെ ഇന്ന് എങ്ങനെയാ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഈ ചന്ദ്രനെ പിളർത്തിയ കഥ ഇസ്ലാമിന് മുന്നേ ഉള്ള കഥകളിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? അറിയാതെയും വിശ്വസിക്കേണ്ടി വരും. അതാ പറഞ്ഞ ചന്ദ്രനെ പിളർത്തിയ കഥ കേൾക്കൂ. എല്ലാം വിശ്വാസമാണ്. അതെ, എല്ലാം കെട്ടുകഥയാണ്. അതിനെ നമ്മളും പറയുന്നത്, എല്ലാം കെട്ടുകഥയാണ്. അപ്പൊ കെട്ടുകഥ കോയാണ് ഇപ്പൊ നമ്മൾ വിളിച്ചിരിക്കുന്നത്, കെട്ടുകഥ കോയ. അപ്പൊ എന്തായാലും കോയ ഒരു കാര്യം ചെയ്യൂ, ചെല്ലു, എന്നിട്ട് ഇസ്ലാം ശരിക്കും പഠിക്കൂ. ബാഹുബലി 1 പഠിച്ചത് നിർത്തിയിട്ട് ഇനി കുറച്ച് ബാഹുബലി 2 കൂടി പഠിക്കാം. ഓക്കെ, അപ്പൊ ബാഹുബലി 2 പഠിക്കാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോയി തപ്പുക. ഓക്കെ, ശത്രുക്കളാണോ മിത്രങ്ങളാണോ എനിക്ക് ഏതായാലും സഹീഹ് ബുഖാരിയും മുസ്ലിമും ഒക്കെ എഴുതിയത് ശത്രുവാണോ മിത്രാണോ എന്നൊന്നും എന്റെ വിഷയമല്ല, അതൊക്കെ നിങ്ങളുടെ വിഷയമാണ്. ഓക്കെ, ശരി. അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെല്ലു. ഓക്കെ, ബൈ. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ കെട്ടുകഥക്കോയ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, കിതാബുകളെ നിങ്ങൾ തള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുർആൻ വരെ തള്ളേണ്ടി വരും, പിന്നെ ഇസ്ലാം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ടേക്ക് കെയർ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.